ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങാൻ പോവുകയാണ്. 2025 ഈ വരുന്ന വർഷത്തിൽ LLB എൻട്രൻസ്, LLM എൻട്രൻസ്, കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ, ലീഗൽ അസിസ്റ്റന്റ് പരീക്ഷ, അങ്ങനെ ഏതാനും കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്ത് എഴുതാൻ തയ്യാറെടുക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സാണ്. അപ്പം അവർക്കൊക്കെ വേണ്ടി തുടങ്ങുന്ന ഒരു സീരീസാണ് ലീഗൽ 2020 അല്ലേ. 2020 ക്രിക്കറ്റിൻ്റെ ഒക്കെ ഒരു കാലമല്ലേ. അപ്പം നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഒരു 2020 സീരീസ് നമ്മൾ തുടങ്ങാൻ പോവാണ്. ഈ സീരീസിലെ ഓരോ വീഡിയോയിലും നമ്മൾ 20 ചോദ്യങ്ങൾ പരിശോധിക്കും. അപ്പം ഒട്ടുമിക്ക എക്സാം പ്രിപ്പറേഷൻ സിലബസിലെയും 4 മെയിൻ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ലീഗല്, ഇംഗ്ലീഷ്, GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ മാത്സ്. അപ്പോൾ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളിൽ നിന്ന് ഹാൻഡ് പിക്ക് ചെയ്ത് ഒരു 20 ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഓപ്ഷൻസും ഒപ്പം ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മളത് ഡിസ്കസ് ചെയ്യും. ആ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർത്തെടുക്കാൻ ഒരു 3 സെക്കൻഡ് സമയം ഞാൻ തരാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ക്വസ്റ്റ്യനും ഒന്ന് പരിശോധിക്കും. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതും ഞാൻ ആഡ് ചെയ്യും. നമുക്കറിയാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, അതിപ്പോൾ ഏതായിക്കോട്ടെ, LLM എൻട്രൻസ്, LLB എൻട്രൻസ്, ജുഡീഷ്യൽ സർവീസ് ആയിക്കോട്ടെ, ലീഗൽ അസിസ്റ്റന്റ്, ഏത് പരീക്ഷയാണെങ്കിലും അതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ സക്സസ് തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ധാരാളം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മുടെ മൈൻഡിൽ വേണം. അപ്പോൾ ആ ഒരു എഫേർട്ടിലേക്ക് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, അതാണ് ഈ ഒരു സീരീസും കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ ബീങ് പാർട്ട് ഓഫ് ദിസ് കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോടൊക്കെ നിങ്ങൾക്ക് നന്ദിയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഓരോരുത്തരും പ്രിപ്പയർ ചെയ്യുന്ന ഓരോരുത്തർക്കും വേണ്ടി അവരുടെ എഫേർട്ടിലേക്ക് എൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ലെറ്റ്സ് ഗ്രോ ടുഗെദർ. അപ്പോൾ തുടങ്ങല്ലേ. അപ്പോൾ നമുക്ക് സീരീസ് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയി കണ്ടതിന് ശേഷം 20 ചോദ്യങ്ങളും നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണ് സ്കോർ കിട്ടുന്നത്, ഇപ്പോൾ 20-ലാണ്, അതിൽ എത്ര സ്കോറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അത് നിങ്ങളുടെ വീഡിയോ ഇടയ്ക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓർത്ത് വയ്ക്കുക, ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്കും, ഓരോ തെറ്റു ഉത്തരത്തിനും -1. അപ്പോൾ എത്രയാണ് 20 എന്നുള്ള സ്കോറും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇതിൻ്റെ ഭാഗമാകുക. അപ്പോൾ ഈ കണ്ടന്റ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് സീരീസ് തുടങ്ങാം. സീരീസിലെ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഫ്രം വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ദ കോൺസെപ്റ്റ് ഓഫ് എ 5-year പ്ലാൻ ബോറോഡ് ഇൻ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഓപ്ഷൻ എ USA, ഓപ്ഷൻ ബി USSR, ഓപ്ഷൻ സി UK, ഓപ്ഷൻ ഡി അയർലൻഡ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, USSR ആണ് അതിന്റെ ആൻസർ. ഇനി ഓപ്ഷൻ എ നോക്കിയേ, USA. USA-യിൽ നിന്ന് എടുത്ത പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫീച്ചർ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇനി ഓപ്ഷൻ സി നോക്കിയേ, UK-യിൽ നിന്നെടുത്ത ഒരു പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ ഫീച്ചർ ആണ് പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി അയർലൻഡിൽ നിന്നെടുത്ത ഒരു പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ ഫീച്ചർ ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ഓപ്ഷൻ ബി ആണ് ആൻസർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2, വിച്ച് ഓഫ് ദ ഫോളോയിങ് നോൺ മെമ്പർ ഓഫ് പാർലമെന്റ് ഹാസ് ദ റൈറ്റ് ടു അഡ്രസ് ഇറ്റ്? ഓപ്ഷൻ എ അറ്റോർണി ജനറൽ, ഓപ്ഷൻ ബി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. അറ്റോർണി ജനറൽ ഈസ് ദ ഹൈയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഇന്ത്യ. ഇനി അറ്റോർണി ജനറലിനെ പറ്റി ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 76. ആർട്ടിക്കിൾ 76 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് അറ്റോർണി ജനറൽ. ഇനി അറ്റോർണി ജനറൽ ഹാസ് ദ റൈറ്റ് ടു അറ്റൻഡ് ദ സെഷൻസ് ഓഫ് പാർലമെന്റ് ബട്ട് ഹാസ് നോ റൈറ്റ് ടു വോട്ട് ഇറ്റ്. അറ്റോർണി ജനറലിന് പാർലമെന്റ് സെഷൻസിൽ പങ്കെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്, പക്ഷേ വോട്ട് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 2 ഓപ്ഷൻ എ ആണ് ആൻസർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3, പഞ്ചായത്ത് രാജ് ഈസ് എ സബ്ജക്ട് ഓൺ ദ ഓപ്ഷൻ എ കൺകറന്റ് ലിസ്റ്റ്, ഓപ്ഷൻ ബി യൂണിയൻ ലിസ്റ്റ്, ഓപ്ഷൻ സി സ്റ്റേറ്റ് ലിസ്റ്റ്, ഓപ്ഷൻ ഡി റെസിഡ്യുവൽ ലിസ്റ്റ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റ്. ഇനി പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ഏതാ? പാർട്ട് 4 ആർട്ടിക്കിൾ 40 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ്സ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ആർട്ടിക്കിൾ 40-ലാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം എന്ന് പറയുന്നത്. പാർട്ട് 4 ആർട്ടിക്കിൾ 40. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3 ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
The planning commission is option A, ministry, option B, government department, option C, advisory body, option D, autonomous corporation. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ആൻഡ് അഡ്വൈസറി ബോഡി. പ്ലാനിംഗ് കമ്മീഷൻ ആ ക്വസ്റ്റിന് തന്നെ ആൻസർ. കമ്മീഷൻ ഓട്ടോമാറ്റിക് ഒരു അഡ്വൈസറി ഫംഗ്ഷൻ ആണ്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഈസ് ആൻ അഡ്വൈസറി ബോഡി. ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല. പ്ലാനിംഗ് കമ്മീഷൻ വാസ് റീപ്ലേസ്ഡ് ബൈ നീതി ആയോഗ്. ഇനി നീതിയുടെ ഫുൾ ഫോം എന്താ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അതാണ് നീതിയുടെ ഫുൾ ഫോം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമുക്ക് വാട്ട് ഈസ് ദ ടേം ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കണം. മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ. ഓപ്ഷൻ എ 6 years, ഓപ്ഷൻ ബി 5 years, ഓപ്ഷൻ സി 4 years, ഓപ്ഷൻ ഡി 2 years. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 6 years. വാട്ട് ഈസ് ദ ടെന്യൂർ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ എന്ന് ചോദിച്ചാൽ 6 years ആണ്. വാട്ട് ഈസ് ദ ടെന്യൂർ ഓഫ് രാജ്യസഭ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസഭയ്ക്ക് ടെന്യൂറില്ല, നോ ടെന്യൂർ എന്നാണ് ആൻസർ. കാരണം രാജ്യസഭ ഈസ് എ പെർമനന്റ് ബോഡി ആൻഡ് നോട്ട് സബ്ജക്ട് ടു ഡെസല്യൂഷൻ. ഇനി ലോക്സഭയുടെ ടേം ചോദിച്ചാൽ ലോക്സഭയുടെ ടേം എന്ന് പറയുന്നത് 5 years. ലോക്സഭ മെമ്പറുടെ ടേമും 5 years. കാരണം ലോക്സഭ എന്ന് പറയുന്നത് പെർമനന്റ് ബോഡിയല്ല, അത് ഓരോ 5 വർഷം വരുമ്പോൾ എന്ത് ചെയ്യും, മാറി മാറി വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് നോക്കാം. നമുക്ക് ആർട്ടിക്കിൾ 25 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റെഫേഴ്സ് ടു ഓപ്ഷൻ എ റൈറ്റ് ടു ഇക്വാലിറ്റി, ഓപ്ഷൻ ബി ഫ്രീഡം ഓഫ് സ്പീച്ച്, ഓപ്ഷൻ സി ഫ്രീഡം ഓഫ് റിലീജിയൻ, ഓപ്ഷൻ ഡി റൈറ്റ് ടു പ്രോപ്പർട്ടി. അതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ, ഫ്രീഡം ഓഫ് റിലീജിയൻ. നമുക്കറിയാം ആർട്ടിക്കിൾ 25 ടു ആർട്ടിക്കിൾ 28, 25 മുതൽ 28 വരെ എന്തിനെ പറ്റിയാണ്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അതിൽ ആർട്ടിക്കിൾ 25 ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ഹു വാസ് ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്? ഓപ്ഷൻ എ വരദരാജ അയ്യങ്കാർ, ഓപ്ഷൻ ബി KT കോശി, ഓപ്ഷൻ സി വിശാഖം തിരുനാൾ, ഓപ്ഷൻ ഡി ഷൺമുഖം ചെട്ടിയാർ. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, KT കോശി. ഇനി ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് എന്ന് പറയുന്നത് KT കോശി. ഹു ഇസ് ദ പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്? അത് നമ്മൾ പഠിച്ചിരിക്കണം. നിതിൻ മധുക്കർ ജംദാർ ആണ് പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ഹു വാസ് ദ ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് കേരള ഹൈക്കോർട്ട്? ഓപ്ഷൻ എ ഫാത്തിമ ബീവി, ഓപ്ഷൻ ബി അന്ന ചാണ്ടി, ഓപ്ഷൻ സി സുജാത മനോഹർ, ഓപ്ഷൻ സി ജാനകി അമ്മ. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അന്ന ചാണ്ടി ആണ് ആൻസർ. ഇനി ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് കേരള ഹൈക്കോർട്ട് എന്ന് ചോദിച്ചത് അന്ന ചാണ്ടിയാണ്. ഹു ഇസ് ദ ഫസ്റ്റ് വുമൺ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ആൻസർ എന്താ? ഫാത്തിമ ബീവി ആണ് അതിന്റെ ആൻസർ. ഓക്കെ, ഫാത്തിമ ബീവി ആണ് അതിന്റെ ആൻസർ, ഓർത്ത് വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ദ മാക്സിം ഉബി ജസ് ഇബി റെമഡിയം മീൻസ്? ഓപ്ഷൻ എ where there is no principle there can be no accessory, option B where there is no marriage there is no divorce, option C for every wrong there is a remedy, option D none. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ, ഫോർ എവറി റോങ് there is a remedy. ഓക്കെ, ഉബി ജസ് ഇബി റെമഡി എന്ന് പറയുന്നത് ലീഗൽ മാക്സിം എന്ന് പറയുന്നത് where there is a right there is a remedy ആണ്. അതായത് എപ്പോഴൊക്കെ റൈറ്റിന്റെ വയലേഷൻ ഉണ്ടോ അവിടെയൊക്കെ റെമഡി ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ദ വേർഡ് ഹിന്ദു ഈ യൂസ്ഡ് ഇൻ ഹിന്ദു മാരേജ് ആക്ട് 1955 ഇൻക്ലൂഡ്സ് ഓൾ എക്സെപ്റ്റ് ഓപ്ഷൻ എ ബുദ്ധിസ്റ്റ്, ഓപ്ഷൻ ബി പാർസീസ്, ഓപ്ഷൻ സി സിഖ്സ്, ഓപ്ഷൻ ഡി ജെയിൻസ്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പാർസീസ് ആണ് അതിന്റെ ആൻസർ. ഇനി ഹിന്ദു മാരേജ് ആക്ടിന്റെ 1955 സെക്ഷൻ 2 ഹിന്ദു മാരേജ് ആക്ട് ആർക്കൊക്കെ അപ്ലിക്കബിൾ ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹിന്ദു മാരേജ് ആക്ടിന്റെ സെക്ഷൻ 2 പരിശോധിച്ചു കഴിഞ്ഞാൽ ഹിന്ദു മാരേജ് ആക്ട് ഈസ് അപ്ലിക്കബിൾ ടു ഹിന്ദുസ്, ബുദ്ധിസ്റ്റ്, സിഖ്, ജെയിൻ. ഈ 4 കാറ്റഗറീസിനാണ് ഹിന്ദു മാരേജ് ആക്ട് 1955 അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് എ ടെൻഡർ ഈസ് ഓപ്ഷൻ എ an agreement, option B proposal, option C an offer, option D an invitation to offer. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ. ടെൻഡർ എന്ന് പറയുന്നത് അത് ഓഫർ അല്ല, ഇൻവിറ്റേഷൻ ടു ദ ഓഫർ. അതുപോലെ തന്നെ ദ പ്രൈസ് ഡിസ്പ്ലേഡ് ഓൺ ഗുഡ്സ്. ഓക്കെ, ഒരു ഗുഡ്സ് നമ്മളൊരു കടയിൽ പോകുന്നു, ഒരു ഗുഡ്സിന്റെ മേലെ പ്രൈസ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു, അതെന്ന് പറയുന്നത് ഇൻവിറ്റേഷൻ ടു ദ ഓഫർ ആണ്.
ഓക്കെ, അപ്പോൾ 11th ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ദ ഫേമസ് കേസ് കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ കോർപ്പറേഷൻ ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ എ ജനറൽ ഓഫർ, ഓപ്ഷൻ ബി കൺസിഡറേഷൻ, ഓപ്ഷൻ സി ഫ്രോഡ്, ഓപ്ഷൻ ഡി അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ജനറൽ ഓഫർ. ജനറൽ ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? ആൻ ഓഫർ വിച്ച് ഇസ് ഓപ്പൺ ടു ദ പബ്ലിക്. അതാണ് ജനറൽ ഓഫർ എന്ന് പറയുന്നത്. സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞാൽ ടാർഗറ്റിംഗ് എ സ്പെസിഫിക് പേഴ്സൺ. ആ സ്പെസിഫിക് പേഴ്സൺ മാത്രമാണ് ആ ഓഫർ കൊടുക്കുകയുള്ളൂ. ഓക്കെ, ഈ ജനറൽ ഓഫറിൽ വരുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള കേസാണ് കാർലിൽ വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ കോർപ്പറേഷൻ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. നമുക്ക് ഓഫർ ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ ഓപ്ഷൻ എ 2A, ഓപ്ഷൻ ബി 2B, ഓപ്ഷൻ സി 2C, ഓപ്ഷൻ ഡി 2E. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 2A ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ ഡിഫൈൻ ചെയ്യുന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 2 എന്ന് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ ക്ലോസ് ആണ്. അതിലെ 2 ക്ലോസ് എയിലാണ് ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി 2 ക്ലോസ് എ പഠിക്കുമ്പോൾ 2 ക്ലോസ് ബി പഠിക്കണം. 2 ക്ലോസ് ബിയിൽ എന്താ പറയുന്നത്? 2 ക്ലോസ് ബി ഡിഫൈൻസ് അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസ് മാത്രമാണോ? 2 ക്ലോസ് ബി ഡിഫൈൻസ് പ്രോമിസ് ഓൾസോ. ഓക്കെ, അപ്പോൾ പ്രോമിസും അക്സെപ്റ്റൻസും ഡിഫൈൻ ചെയ്യുന്നത് 2 ക്ലോസ് ബിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. വാട്ട് ഈസ് ദ ലീഗൽ മീനിങ് ഓഫ് ദ വേർഡ് ബാറ്ററി? ഓപ്ഷൻ എ സെഡിഷൻ, ഓപ്ഷൻ ബി സ്ട്രൈക്കിംഗ് ഓഫ് അനദർ പേഴ്സൺ, ഓപ്ഷൻ സി ഹർട്ട്, ഓപ്ഷൻ ഡി കിഡ്നാപ്പിംഗ്. അതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതിൻ്റെ ആൻസർ സ്ട്രൈക്കിംഗ് ഓഫ് അനദർ പേഴ്സൺ. ഇനി അസോൾട്ടും ബാറ്ററിയും തമ്മിൽ കൃത്യമായിട്ട് പറ്റും. അസോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ദർ ഈസ് എ ത്രെറ്റ് ഓഫ് ഹാം. ഓക്കെ, ത്രെറ്റ് ഓഫ് ഒരു ഇമിനന്റ് ഡേഞ്ചർ, ഒരു ത്രെറ്റ് ഉണ്ട്, അതിനാണ് നമ്മൾ അസോൾട്ട് എന്ന് പറയുന്നത്. ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വൽ ഇൻഫ്ലിക്ഷൻ ഓഫ് ഫിസിക്കൽ ഹാം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഒരാളെ അടിക്കാൻ കൈ ഓങ്ങി, അടിച്ചില്ല, കൈ ഓങ്ങി ഇപ്പം എന്താണ്? ദർ ഈസ് എ ഇമിനന്റ് അല്ലെങ്കിൽ ദർ ഇസ് എ ത്രെറ്റ് ഓഫ് ഫിസിക്കൽ ഹാം. ഇനി ഞാൻ അടിച്ചു, ആക്ച്വൽ ഇൻഫ്ലിക്ഷൻ ഓഫ് ഫിസിക്കൽ ഹാം അതുണ്ടെങ്കിൽ അത് ബാറ്ററിയാണ്. ഓക്കെ, അതാണ് അസോൾട്ട് ബാറ്ററി തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അൺലോഫുൾ അസംബ്ലി ഈസ് ആൻ ഒഫൻസ് അഗെയിൻസ്റ്റ് ഓപ്ഷൻ എ സ്റ്റേറ്റ്, ഓപ്ഷൻ ബി പബ്ലിക് ട്രാങ്ക്വിലിറ്റി, ഓപ്ഷൻ സി പബ്ലിക് ജസ്റ്റിസ്, ഓപ്ഷൻ ഡി പ്രോപ്പർട്ടി. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പബ്ലിക് ട്രാങ്ക്വിലിറ്റി, പൊതു ക്രമസമാധാനം. ഓക്കെ, ഇനി അൺലോഫുൾ അസംബ്ലി ഈസ് ഡെൽറ്റ് ഇൻ സെക്ഷൻ 189 ഓഫ് BNS. 189 ഓഫ് BNS-ലാണ് എന്തിന് ഈ അൺലോഫുൾ അസംബ്ലിനെ പറ്റി. അൺലോഫുൾ അസംബ്ലി ചാർജ് ചെയ്യണമെങ്കിൽ 5 or more പേഴ്സൺസ് വേണം. ഓക്കെ, അതും ഓർത്ത് വയ്ക്കണം, ആ ഫാക്ടറി ഓർത്ത്. 5 or more പേഴ്സൺസ് വിത്ത് എ കോമൺ ഒബ്ജക്റ്റ്. അതാണ് 189 ഓഫ് BNS-ലാണ് പറയുന്നത്. ഇനി IPC-യിൽ അൺലോഫുൾ അസംബ്ലി എവിടെയാണ് പറയുന്നത്? 141 ഓഫ് IPC. ഓക്കെ, ഓർത്ത് വയ്ക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു പ്രൊപ്പൗണ്ടഡ് ദ ലീഗൽ തിയറി കോൾഡ് യൂട്ടിലിറ്റേറിയൻ ഇൻഡിവിജ്വലിസം? ഓപ്ഷൻ എ ഓസ്റ്റിൻ, ഓപ്ഷൻ ബി സാൽമണ്ട്, ഓപ്ഷൻ സി ടൈലർ, ഓപ്ഷൻ ഡി മെന്തം. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ബന്ധത്തിന്റെ തിയറിയാണ് യൂട്ടിലിറ്റേറിയൻ ഇൻഡിവിജ്വലിസം എന്നുള്ളത്. അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ഡാഷ് ഈസ് ദ ലയബിലിറ്റി ഓഫ് എ പേഴ്സൺ ഫോർ ദ ആക്ട്സ് ഓഫ് അനദർ? ഓപ്ഷൻ എ vicarious liability, ഓപ്ഷൻ ബി absolute liability, ഓപ്ഷൻ സി strict liability, ഓപ്ഷൻ ഡി none of the above. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, വൈക്കാരിയസ് ലയബിലിറ്റി. ഓക്കെ, നോർമലി നമ്മൾ ചെയ്തൊരു തെറ്റിന് നമ്മൾ മാത്രം ലയബിൾ ആവുള്ളൂ. വിൽ ബി ലയബിൾ ഫോർ ആൻ ആക്ട്സ് ഓഫ് അല്ലെങ്കിൽ റോങ്ഫുൾ ആക്ട് ഓഫ് അവർ സെൽസ്. ബട്ട് ചില സമയത്ത് മറ്റുള്ളവർ ചെയ്യുന്ന ഒരു തെറ്റിന് നമ്മൾ എന്ത് ചെയ്യും? ലയബിൾ ആവും. വി വിൽ ബി ലയബിൾ ഫോർ ദ റോങ്ഫുൾ ആക്ട് ഓഫ് അനദർ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈക്കാരിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് മാസ്റ്റർ സർവന്റ് റിലേഷൻഷിപ്പ്. സർവന്റ് എന്ത് തെറ്റ് ചെയ്താലും മാസ്റ്റർ ലയബിൾ ആവും. ഓക്കെ, അതാണ് വൈക്കാരിയസ് ലയബിലിറ്റി. സെക്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 17 ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി അടുത്ത 18ാമത്തെ ചോദ്യം. ഹു പ്രൊപ്പൗണ്ടഡ് ദ ഡോക്ട്രിൻ ഓഫ് റൂൾ ഓഫ് ലോ? ഓപ്ഷൻ എ ഓസ്റ്റിൻ, ഓപ്ഷൻ ബി ബന്ധം, ഓപ്ഷൻ സി സാൽമൺ, ഓപ്ഷൻ ഡി ഡൈസി. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡൈസി ആണ്. ഓക്കെ, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷണൽ തിങ്കർ AV ഡൈസി ആണ് ഈ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട്. ഈ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ നിയമവാഴ്ച, ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ. അതാണ് നിങ്ങളുടെ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്.
നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് 19. ദ ഫേമസ് മക്നാട്ടൺ റൂൾ റിലേറ്റ്സ് ടു ഓപ്ഷൻ എ ഇൻസാനിറ്റി, ഓപ്ഷൻ ബി ഇൻടോക്സിക്കേഷൻ, ഓപ്ഷൻ സി പ്രൈവറ്റ് ഡിഫൻസ്, ഓപ്ഷൻ ഡി നൺ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഇൻസാനിറ്റി. ഓക്കെ, മക്നാട്ടൺ റൂൾ റിലേറ്റ്സ് ടു ഇൻസാനിറ്റി. നമുക്ക് ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. 20ാമത്തെ ചോദ്യം. ദ ഓഫീസ് ഓഫ് ഡാഷ് ഈസ് ക്രിയേറ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓഫീസ്. ഓപ്ഷൻ എ അറ്റോർണി ജനറൽ, ഓപ്ഷൻ ബി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ, ഓപ്ഷൻ സി സോളിസിറ്റർ ജനറൽ, ഓപ്ഷൻ ഡി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അറ്റോർണി ജനറൽ. അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താ, ഈ പോസ്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. അതാണ് അതിനെ കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ 20th ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ 20 ചോദ്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ കവർ ചെയ്തിട്ടുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ LLB എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്നവർ, LLM എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്നവർ, അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ, ലീഗൽ അസിസ്റ്റന്റ്, ജുഡീഷ്യൽ സർവീസ് ഇതുപോലുള്ള എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് കവർ ചെയ്യും. ഇനി നമ്മൾ വീഡിയോസ് വരുന്നുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് മസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ കണ്ടന്റ് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.